നമസ്കാരം. പ്രധാന വാർത്തകൾ. കെപിസിസി ജനറൽ സെക്രട്ടറി പി.ടി. അജയ് മോഹൻ കുന്നംകുളത്ത് UDF സ്ഥാനാർത്ഥിയായേക്കും. പ്രഖ്യാപനം വൈകില്ലെന്ന സൂചന. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം കുന്നംകുളത്ത് ആവേശകരമായ സ്വീകരണവും റോഡ് ഷോയും ഒരുക്കാൻ UDF നേതൃത്വം. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനായി പോരാട്ടം നയിക്കാൻ KR റെജിൽ. മണ്ഡലത്തിൽ സ്ഥിരമായി മത്സരിച്ചിരുന്ന BJP ഇക്കുറി സഖ്യകക്ഷിയായ BDJSന് സീറ്റ് വിട്ടു നൽകിയതോടെയാണ് തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കൂടിയായ റെജിലിന് സ്ഥാനാർത്ഥിത്വം ലഭിച്ചത്. കന്നിയംഗത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് KR റെജിൽ. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി CH റഷീദിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചാവക്കാട് ഉജ്ജ്വല തുടക്കം. കൈവിട്ടുപോകുന്ന വിജയം ഇക്കുറി നേടിയെടുക്കാനാകുമെന്ന പ്രതീക്ഷയിൽ UDF ക്യാമ്പ്. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി ചെർപ്പുളശ്ശേരി തെക്കുംപറമ്പത്ത് നാരായണൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. മേൽശാന്തിയാകുന്നത് ഇതാദ്യം. ഏപ്രിൽ 1-ന് ചുമതലയേൽക്കും. നിയുക്ത മേൽശാന്തിക്ക് വിവിധ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരണം. പ്രതിഷേധങ്ങൾക്ക് നടുവിൽ വരവൂർ തളി നടുവട്ടത്തെ മാംസമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ട്രയൽ റൺ നടന്നു. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം വൻ പോലീസ് സന്നാഹത്തിന്റെ കാവലിലാണ് പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. പ്രതിഷേധവുമായി UDFും CPMും. ബുധനാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങൾ. അണ്ടത്തോട് പ്രിയദർശിനി റോഡിൽ ഓടിട്ട വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. കല്ലുംപുറം ചാലിശ്ശേരി റോഡിലേക്ക് മരം കടപുഴകി വീണു. കാർഷിക മേഖലയിലും നാശനഷ്ടങ്ങൾ. ഒരു മാസക്കാലം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിൽ നിന്നും നേടിയെടുത്ത ആത്മവിശുദ്ധിയോടെ ഇസ്ലാം മതവിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങി. ശവ്വാൽ മാസപ്പിറ കാണുന്നതിനനുസരിച്ച് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആയിരിക്കും ചെറിയ പെരുന്നാൾ. വാർത്തകൾ വിശദമായി. കെപിസിസി ജനറൽ സെക്രട്ടറി പി.ടി. അജയ് മോഹൻ കുന്നംകുളത്ത് UDF സ്ഥാനാർത്ഥിയായേക്കും. ഇതോടെ കുന്നംകുളത്തെ ചിത്രം തെളിയുകയാണ്. ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാനും MLAയുമായിരുന്ന P.T. മോഹനകൃഷ്ണന്റെയും മഹിളാ കോൺഗ്രസ് നേതാവ് നളിനി മോഹനകൃഷ്ണന്റെയും മകനാണ്. മാറഞ്ചേരി എരമംഗലത്താണ് താമസം. കുന്നംകുളത്തെ UDF സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് നിരവധി പേരുകൾ ഇതിനകം ഉയർന്നിരുന്നു. സംസ്ഥാനത്തും ദില്ലിയിലും നടന്ന ദീർഘ ചർച്ചകൾക്കൊടുവിലാണ് കഴിഞ്ഞ ദിവസം രാത്രി P.T. അജയ് മോഹന്റെ പേര് കോൺഗ്രസ് നേതൃത്വം അംഗീകരിച്ച് തീർപ്പാക്കിയത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അജയ് മോഹൻ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. KSUയിലൂടെ പൊതുജീവിതം ആരംഭിച്ച അദ്ദേഹം നിലവിൽ KPCC ജനറൽ സെക്രട്ടറിയാണ്. KSU യൂണിറ്റ് ട്രഷറർ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ്, യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർ, തലപ്പള്ളി താലൂക്ക് വൈസ് പ്രസിഡന്റ്, KSU തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. പൊന്നാനി നിയമസഭാ മണ്ഡലത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും പിന്നീട് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായിരുന്നു. ശേഷം മലപ്പുറം DCC സെക്രട്ടറിയായി നിയമിതനായി. KPCC അംഗമായും തുടർന്ന് KPCC സെക്രട്ടറിയായും 20 വർഷത്തിലേറെ ഉത്തരവാദിത്തം വഹിച്ചു. മലപ്പുറം ജില്ലയിലെ UDF ചെയർമാനായി പ്രവർത്തിച്ചു വരികയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പരപ്പനങ്ങാടി ഡിവിഷനെയും പള്ളിക്കൽ ഡിവിഷനെയും പ്രതിനിധീകരിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗമായി 2 തവണ തെരഞ്ഞെടുക്കപ്പെട്ടു. പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2011-ലും 2016-ലും അജയ് മോഹൻ മത്സരിച്ചിരുന്നു. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനായി പോരാട്ടം നയിക്കാൻ KR റെജിൽ. മണ്ഡലത്തിൽ സ്ഥിരമായി മത്സരിച്ചിരുന്ന BJP ഇക്കുറി സഖ്യകക്ഷിയായ BDJSന് സീറ്റ് വിട്ടു നൽകിയതോടെയാണ് തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കൂടിയായ റെജിലിന് സ്ഥാനാർത്ഥിത്വം ലഭിച്ചത്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രംഗത്ത് SFIയിലൂടെയാണ് റെജിൽ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. വിദ്യാർത്ഥി കാലഘട്ടത്തിന് ശേഷം DYFIയുടെ പ്രാദേശിക കമ്മിറ്റി ഭാരവാഹിയായും CPIM അംഗമായും പ്രവർത്തിച്ചു. പിന്നീട് ഇടതു രാഷ്ട്രീയം വിട്ട റെജിൽ 2015-ൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. UDFന്റെയും RMP, വെൽഫെയർ തുടങ്ങിയ കക്ഷികളുടെയും പിന്തുണയോടെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. BDJSന്റെ രൂപീകരണ കാലഘട്ടം മുതൽ പ്രവർത്തനത്തിൽ സജീവമായി. പിന്നീട് സംഘടനാ രംഗത്ത് സാന്നിധ്യം അറിയിച്ച റെജിൽ നിലവിൽ BDJSന്റെ തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റാണ്. കക്കാട് മഹാഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം വ്യാഴാഴ്ച മുതൽ പ്രചരണ രംഗത്ത് സജീവമാകാൻ ഒരുങ്ങുകയാണ് റെജിൽ. ദേശീയ ജനാധിപത്യ സഖ്യം ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് സ്ഥാനാർത്ഥി വ്യക്തമാക്കി. NDA കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 30,000-നടുത്ത് വോട്ടുകൾ പിടിച്ചിട്ടുള്ളത്.
ആ വോട്ട് പിടിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ എത്രമാത്രം ഉണ്ട്? നമുക്ക് വോട്ട് ശതമാനം നോക്കുമ്പോൾ അതിലും കൂടുതൽ നമുക്ക് പിടിക്കാൻ പറ്റും. ജയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മത്സര രംഗത്തിലേക്ക് വരുന്നത്. ഇപ്പൊ നല്ലൊരു അനുകൂലമായ ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒത്തൊരുമയോടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വിജയം. BJP-യുടെയും BDJS-ന്റെയും പ്രവർത്തകർ ഒന്നിച്ച് ഒരേ മനസ്സോടെ പ്രവർത്തിക്കും. ദേശീയ ജനാധിപത്യത്തിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണെന്നും മികച്ച വിജയം പ്രതീക്ഷിക്കുന്നുവെന്നും റിജിൽ കൂട്ടിച്ചേർത്തു. ഇന്ത്യയെ പറഞ്ഞാൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഇവിടെ ഉള്ളത്. അതിപ്പോ BJP-യുടെ ഭാഗമാണെങ്കിലും BDJS-ന്റെ പ്രവർത്തകർ ഒരുമിച്ച് ഒറ്റതില് 100% വിജയം തന്നെയാണ്. ഈ അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു അന്തരീക്ഷം കണക്കിലെടുത്താൽ ഇവിടെ എന്തായാലും വിജയിക്കും. അതിനുവേണ്ടി ഒറ്റക്കെട്ടോടെ ഇവിടെ പ്രവർത്തിക്കും. SNDP യൂത്ത് മൂവ്മെന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ റിജിൽ സമുദായ സംഘടനാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒരുപോലെ സജീവ സാന്നിധ്യമാണ്. കൂടാതെ യുവ വ്യവസായി കൂടിയായ റിജിൽ രാഷ്ട്രീയത്തിനതീതമായുള്ള സൗഹൃദം തെരഞ്ഞെടുപ്പിൽ തനിക്ക് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി CH റഷീദിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചാവക്കാട് ഉജ്ജ്വല തുടക്കം. കൈവിട്ടുപോകുന്ന വിജയം ഇക്കുറി നേടിയെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. മുല്ലത്തറ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലിയിൽ UDF ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു. ആവേശോജ്വലമായ റാലി നഗരം ചുറ്റി ചാവക്കാട് കൂട്ടുങ്ങൽ ചത്തുരത്തിൽ സമാപിച്ചു. UDF നേതാക്കളായ CA മുഹമ്മദ് റഷീദ്, MV ഹൈദ്രാലി, ഗോപപ്രതാപൻ, RV അബ്ദുൾ റഹീം, PV ഉമ്മർകുഞ്ഞി, RP ബഷീർ, MV ഷക്കീർ, KK ഹംസക്കുട്ടി, ജലീൽ വലിയകത്ത് തുടങ്ങിയവർ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. 2006 ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച CH റഷീദ് CPM-ലെ KV അബ്ദുൾ ഖാദറിനോട് 12,309 വോട്ടുകൾക്ക് പരാജയപ്പെട്ടിരുന്നു. നഗരസഭാ ചെയർമാനായിരിക്കെ KP വത്സലൻ കൊല്ലപ്പെട്ട സംഭവവും തുടർന്നുള്ള സാഹചര്യവുമെല്ലാം അന്നത്തെ പരാജയത്തിന് കാരണമായി എന്നാണ് UDF വിലയിരുത്തിയത്. മണ്ഡലം രൂപീകരിച്ച ശേഷം 1977 മുതൽ 1991 വരെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ വിജയിച്ച മണ്ഡലം 1996 PT കുഞ്ഞുമുഹമ്മദ് എന്ന സ്വതന്ത്രനെ കളത്തിലിറക്കിയാണ് ഇടതുപക്ഷം ആദ്യമായി കൈപ്പിടിയിലൊതുക്കിയത്. പിന്നീട് 2001 PKK ബാബയിലൂടെ ലീഗ് മണ്ഡലം തിരിച്ചുപിടിച്ചെങ്കിലും 2006 മുതൽ 2 പതിറ്റാണ്ടായി ഇടതുപക്ഷത്തിന്റെ തേരോട്ടമാണ്. ഇക്കുറി മികച്ച പ്രകടനത്തിലൂടെ തങ്ങളുടെ പഴയ വിജയപ്രഭാവത്തിലേക്ക് തിരിച്ചെത്താനുള്ള ഒരുക്കത്തിലാണ് മുസ്ലിം ലീഗും ഐക്യജനാധിപത്യ മുന്നണിയും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഗുരുവായൂർ റോഡിൽ CSI പള്ളിക്ക് സമീപം സജ്ജമാക്കിയ ഓഫീസിന്റെ ഉദ്ഘാടനം CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ നിർവഹിച്ചു. CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത് അധ്യക്ഷനായി. നടനും സാംസ്കാരിക പ്രവർത്തകനുമായ VK ശ്രീരാമൻ, നോവലിസ്റ്റ് TD രാമകൃഷ്ണൻ, കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണൻ, എഴുത്തുകാരനായ സുധീർ പെരുമ്പിലാവ്, ധനേഷ് ആനന്ദൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ, NCP ജില്ലാ സെക്രട്ടറി EA ദിനമണി, CPIM നേതാവ് MK കണ്ണൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TK വാസു, M ബാലാജി, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഇടതുമുന്നണി നിയോജക മണ്ഡലം സെക്രട്ടറി MN സത്യൻ, സ്ഥാനാർത്ഥി AC മൊയ്തീൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുതിയ മേൽശാന്തിയായി പാലക്കാട് ചെറുപ്പുള തെക്കുംപുറത്ത് മനശ്രീ നിലയത്തിൽ നാരായണൻ നമ്പൂതിരിയെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. 20-ലധികം തവണ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഇദ്ദേഹം ഗുരുവായൂരിലെ മേൽശാന്തിയാകുന്നത്. നിലവിൽ പാലക്കാട് ഇല്ലിക്കോട്ട് കുറിശി ശിവക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ഏപ്രിൽ 1 മുതൽ 6 മാസത്തേക്കുള്ള 49 അപേക്ഷകരിൽ നിന്ന് കൂടിക്കാഴ്ചയിൽ യോഗ്യത നേടിയ 35 പേരുടെ പേരുകൾ എഴുതി വെള്ളിക്കുടത്തിലിട്ടതിൽ നിന്ന് നിലവിലെ മേൽശാന്തി മൂർത്തിയടത്ത് മന സുധാകരൻ നമ്പൂതിരിയാണ് നറുക്കെടുത്തത്. ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന ശേഷമായിരുന്നു നറുക്കെടുപ്പ്. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, തന്ത്രി കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു നറുക്കെടുപ്പ്. നിയുക്ത മേൽശാന്തി മാർച്ച് 31 രാത്രി സ്ഥാനമേൽക്കും. അതിനു മുൻപ് 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരിക്കും. ഏപ്രിൽ 1 മുതൽ 6 മാസമാണ് കാലാവധി. 10 വർഷത്തിലേറെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് തെക്കുംപറമ്പത്ത് നാരായണൻ നമ്പൂതിരിയെ തേടി ഗുരുവായൂരപ്പന്റെ വിളിയെത്തിയത്. ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്ന് നിയുക്ത മേൽശാന്തി പറഞ്ഞു. നറുക്കെടുപ്പിന് ശേഷം ക്ഷേത്രത്തിന് പുറത്തെത്തി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അതീവ സന്തോഷത്തോടെയും ഭക്തിയോടെയുമാണ് അദ്ദേഹം തന്റെ പ്രതികരണം അറിയിച്ചത്. ഭഗവാനെ സേവിക്കാൻ ലഭിച്ച പുണ്യനിയോഗമാണിത്. ഭഗവാനെ സേവിക്കണമെന്നത് കാലങ്ങളായുള്ള വലിയൊരാഗ്രഹമായിരുന്നു.
20ലധികം തവണ മേൽശാന്തി സ്ഥാനത്തിനായി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ആ പുണ്യനിയോഗം തന്നെ തേടിയെത്തിയത്. ഈ ഭാഗ്യത്തിന് പിന്നിൽ അച്ഛനമ്മമാരുടെയും ഗുരുക്കന്മാരുടെയും പൂർണ്ണമായ അനുഗ്രഹമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിൽ ഗുരുവായൂരപ്പൻ ഇങ്ങനെ അനുഗ്രഹിച്ചതിൽ വലിയ സന്തോഷം. ഗുരുനാഥന്മാരുടെയും അച്ഛനമ്മമാരുടെയും ഞാനിപ്പോൾ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിലെ മഹാദേവൻ്റെയും ഗുരുവായൂരപ്പൻ്റെയൊക്കെ വലിയ അനുഗ്രഹം. അതുകൂടാതെ അച്ഛൻ കുറേ വർഷം ഇളന്തിരുത്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നു. ആ അച്ഛൻ്റെയും ആ മഹാവിഷ്ണു ഭഗവാന്റെയൊക്കെ അനുഗ്രഹമായിട്ടാണ് ഈ ഒരു ഭാഗ്യം കൈവന്നതെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അച്ഛനമ്മമാരുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം. അച്ഛൻ വാസുദേവൻ നമ്പൂതിരിയിൽ നിന്നാണ് പൂജാവിധികൾ അഭ്യസിച്ചത്. ആത്മീയ കാര്യങ്ങളിൽ സജീവമായ അദ്ദേഹം ഭാഗവത സപ്താഹങ്ങളിലും സ്ഥിരമായി പങ്കെടുക്കാറുണ്ട്. ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിലും ശബരിമലയിലും മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇനി വ്രതശുദ്ധിയോടെയുള്ള പുതിയ തുടക്കമാണ്. ചിട്ടയായ വ്രതാനുഷ്ഠാനങ്ങളോടെ ക്ഷേത്രത്തിനകത്ത് 12 ദിവസം ഭജനമിരുന്ന ശേഷമാകും അദ്ദേഹം ഔദ്യോഗികമായി ചുമതലയേൽക്കുക. പുറം ലോകവുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് പൂർണ്ണമായും ക്ഷേത്രത്തിനകത്ത് തന്നെ കഴിഞ്ഞുവേണം ഭഗവാനെ സേവിക്കാൻ. ക്ഷേത്രമൂരാളിൽ നിന്നോ അടയാളമായോ താക്കോൽക്കൂട്ടം ഏറ്റുവാങ്ങി ശ്രീലകത്ത് കയറി ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നതോടെ ഭഗവത് സേവയിൽ അദ്ദേഹം വ്യാപൃതനാകും. ഗുരുവായൂർ ക്ഷേത്രം നിയുക്ത മേൽശാന്തി തെക്കുംപറമ്പത്ത് നാരായണൻ നമ്പൂതിരിക്ക് വിവിധ സംഘടനകൾ സ്വീകരണം നൽകി. മേൽശാന്തി നറുക്കെടുപ്പ് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെയാണ് സംഘടനകൾ ആദരവ് നൽകിയത്. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മയ്ക്ക് വേണ്ടി വൈസ് പ്രസിഡന്റ് ജയറാം ആലയ്ക്കൽ പൊന്നാട ചാർത്തി, ജനറൽ സെക്രട്ടറി അനിൽ കല്ലാറ്റ് ഉപഹാരം സമ്മാനിച്ചു. അഖില ഭാരത ശ്രീ ഗുരുവായൂരപ്പ ഭക്തസമിതിക്ക് വേണ്ടി ജനറൽ സെക്രട്ടറി സജീവൻ നമ്പിയത്ത് നാരായണ നാമാങ്കിത പുടവ ചാർത്തി. കുരുന്നുജീവൻ രക്ഷിക്കാൻ സഹായവുമായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി. പ്രാദേശിക മാധ്യമ പ്രവർത്തകരും CCTV റിപ്പോർട്ടറുമായിരുന്ന വേലൂർ സ്വദേശി നിതീഷ് ഗ്രീഷ്മ ദമ്പതികളുടെ 1 മാസം പ്രായമുള്ള ആൺകുട്ടിയുടെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കാണ് കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി 1 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം കൈമാറിയത്. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ഷെയർ ആൻഡ് കെയർ പ്രസിഡന്റും കുന്നംകുളം നഗരസഭാ കൌൺസിലറുമായ ലബീബ് ഹസൻ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് AM റഷീദിന് ചെക്ക് കൈമാറി. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ ഷമീർ ഇഞ്ചക്കാലയിൽ, സഖറിയ ചീരൻ, ജിനാഷ് തെക്കേക്കര, പേൾജു ബേബി ചുങ്കത്ത്, ജിനീഷ് നായർ, എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബ് ഭാരവാഹികളായ KK മാത്യു, KR രാധിക, KC ഡേവിസ്, റഫീഖ് പന്നിത്തടം, ഇബ്രാഹിം പഴവൂർ, CCTV ന്യൂസ് എഡിറ്റർ രമ്യ സനൽ, സീനിയർ റിപ്പോർട്ടർ ജോസ് മാളിയേക്കൽ, മാധ്യമപ്രവർത്തകരായ KN നിഭേഷ്, വിഷ്ണു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വളരെ വിശദമായിട്ട് ഞങ്ങളിവിടെ വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് നമ്മളോടൊക്കെ പറഞ്ഞു. നമ്മുടെയൊക്കെ ഇടയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന നമ്മുടെയൊക്കെ ഒരു സഹപ്രവർത്തകൻ നിതീഷിൻ്റെ മകന് ജന്മന ഉണ്ടായ ചില അസുഖങ്ങൾ മൂലം ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയാണ്. പ്രതിഷേധങ്ങൾക്ക് നടുവിൽ വരവൂർ തളി നടുവട്ടത്തെ മാംസമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ട്രയൽ റൺ നടന്നു. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം വൻ പോലീസ് സന്നാഹത്തിന്റെ കാവലിലാണ് പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. UDF CPIM പ്രവർത്തകർ പ്രതിഷേധിച്ചെങ്കിലും പോലീസ് ഇവരെ തടഞ്ഞു. ഈ വഴിക്ക് ആളില്ല, അതാണ് പ്രശ്നം. ഈ വഴി വർഷങ്ങളോളമായി നാട്ടുകാരുടെ പ്രതിഷേധം നിലനിൽക്കുന്നതിനാൽ ട്രയൽ റൺ നടത്തുവാനും പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിക്കുവാനും സാധിച്ചിരുന്നില്ല. അറവ് മാലിന്യങ്ങൾ കൊണ്ടുവന്നിരുന്ന വാഹനങ്ങൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നാട്ടുകാർ മുമ്പ് പലതവണ തടഞ്ഞിരുന്നു. പ്രതിഷേധം നാട്ടുകാരും പോലീസുമായുള്ള സംഘർഷത്തിനും ലാത്തിചാർജിനും അറസ്റ്റിനും പലപ്പോഴും ഇടയാക്കിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 3 മണിയോടെയാണ് ട്രയൽ റൺ ആരംഭിച്ചത്. ഇതിനാവശ്യമായ സുരക്ഷയെടുക്കാൻ ഹൈക്കോടതി ജില്ലാ കളക്ടർക്കും പോലീസ് മേധാവിക്കും കർശന നിർദ്ദേശം നൽകിയിരുന്നു. കുന്നംകുളം ACP മുരളീധരൻ, എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വനിതാ പോലീസ് ഉൾപ്പെടെ വൻ പോലീസ് സന്നാഹം പ്ലാന്റിന് സുരക്ഷയൊരുക്കി. പ്രതിഷേധത്തെ നേരിടാൻ ജലപീരങ്കിയും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ഫയർഫോഴ്സിന്റെ സേവനവും പോലീസ് ഒരുക്കിയിരുന്നു. പ്ലാന്റിലേക്ക് മാലിന്യവുമായി വന്ന വാഹനങ്ങൾ
UDF, CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇവരെ നീക്കം ചെയ്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനു ശേഷം ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനം നിർജ്ജീവമായതിനാൽ കുറച്ചുപേർ മാത്രമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വരവൂർ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പ്ലാന്റ് ഉടമകൾക്ക് അനുകൂലമായാണ് പ്രവർത്തിക്കുന്നതെന്നും ട്രയൽ റൺ നടത്തുന്ന വിവരം ഉദ്യോഗസ്ഥർ മേഖലയിലെ ജനപ്രതിനിധികളെ വരെ അറിയിച്ചില്ലെന്നും സംഭവത്തിൽ ആശങ്കയുണ്ടെന്നും UDF നേതാവ് KS മുഹമ്മദ് പറഞ്ഞു. കാരണം ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ള വാർഡ് മെമ്പർമാർ പോലും അറിയിക്കാതെ ഈ ട്രയൽ റൺ അടിക്കുമ്പോൾ UDFന്റെ സമരരംഗത്തുള്ള ആളുകൾ നിലയ്ക്ക് എൻ്റെ പേരിലും മണ്ഡലം പ്രസിഡന്റ് മുസ്തഫയുടെ പേരിലും ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ പ്രതിനിധികളായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ അറിയിക്കാതെ, ജനപ്രതിനിധികളെ അറിയിക്കാതെ പഞ്ചായത്ത് സെക്രട്ടറി നേതൃത്വത്തിൽ ഈ ട്രയൽ റൺ നടത്തുന്നതിൽ നിങ്ങൾക്ക് ആശങ്കയുണ്ട്, പഞ്ചായത്ത് സെക്രട്ടറി ഇതിന് ഒത്താശ ചെയ്ത് കൊടുക്കുക എന്നുള്ള ആശങ്കയുണ്ട്. ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ആശങ്കയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. CPM പ്രസ്ഥാനം പ്ലാന്റിനെതിരാണ്. രൂക്ഷമായ ദുർഗന്ധമാണ് പരിസരത്ത് മുമ്പ് അനുഭവപ്പെട്ടിരുന്നത്. നാട്ടുകാർക്കൊപ്പം CPM നിലകൊള്ളുമെന്നും ശക്തമായ പ്രതിഷേധ സമരങ്ങൾ തുടർന്നുമുണ്ടാകുമെന്നും ലോക്കൽ സെക്രട്ടറി ശങ്കരൻകുട്ടി പറഞ്ഞു. 365 ദിവസം പോലീസിനെ വെച്ചുകൊണ്ട് ഇതുപോലുള്ള ഒരു സംരംഭം തുടങ്ങാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ സംരംഭം തുടർന്ന് നല്ല രീതിയിൽ ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് തുടക്കത്തിലേ ബോധ്യമായി. ഇവിടെ ഒരു വണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്ന പള്ളിയുടെ മുമ്പിലാണ്. പള്ളിയുടെ മുമ്പിൽ നിസ്കരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അത്രയും മോശമായ രീതിയിലായിരുന്നു അവർ വാഹനങ്ങൾ വരുന്നത്. ഇതിനെങ്ങനെ ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരുള്ള ആൾക്കാർ ലൈസൻസ് കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. രാത്രിയിലും പോലീസ് കാവലിൽ പ്ലാന്റിന്റെ ട്രയൽ റൺ നടന്നു. പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ട്രയൽ റൺ നടന്നത്. ചാവക്കാട് മണത്തലയിൽ പോലീസ് ജീപ്പും മിനി ലോറിയും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്ക്. ചാവക്കാട് സ്റ്റേഷനിലെ SIമാരായ ബാസിദ്, ആഷിഫ്, സുദർശന, ഡ്രൈവർ അമർ, മിനി ലോറി ഡ്രൈവറായ സാദിഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് മണത്തല മടേക്കടവിൽ വെച്ചായിരുന്നു അപകടം. പരിക്കേറ്റവരെ ടോട്ടൽ കെയർ ആംബുലൻസുകളിൽ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ അണ്ടത്തോട് പ്രിയദർശിനി റോഡിൽ ഓടിട്ട വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ അപകടം ഒഴിവായി. പുന്നേർകുളം പഞ്ചായത്ത് 19-ാം വാർഡിൽ മാക്കാലിക്കൽ ഷാജുവിന്റെ കുടുംബം താമസിക്കുന്ന ഓടിട്ട വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത്. ഷാജുവും സഹോദരനും കൂലിപ്പണിക്ക് പോയാണ് കുടുംബം പുലർത്തുന്നത്. ഇതിനിടെ വീട് തകർന്നതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് കുടുംബം. വിവരമറിഞ്ഞ് വാർഡ് മെമ്പർ MV ഷിനോദ് സ്ഥലത്തെത്തി. ശക്തമായ കാറ്റിലും മഴയിലും കല്ലുംപുറം ചാലിശ്ശേരി റോഡിലേക്ക് മരം കടപുഴകി വീണു. വാഹനങ്ങൾ കടന്നു പോകാത്തതിനാൽ അപകടം ഒഴിവായി. മരം പൂർണ്ണമായും റോഡിലേക്ക് വീണതോടെ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാർ ചേർന്ന് താൽക്കാലികമായി മരം മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. എന്നാൽ മരത്തിന്റെ ശിഖരങ്ങൾ റോഡരികിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതിനാൽ ഇരുചക്ര വാഹന യാത്രികർക്ക് ഉൾപ്പെടെ അപകട ഭീഷണിയുണ്ട്. നാട്ടുകാർ ചാക്ക് വെച്ചാണ് അപകട സൂചന നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ശക്തമായ മഴയും കാറ്റും തുടരുമെന്ന കാലാവസ്ഥാ പ്രവചനം നിലനിൽക്കെ റോഡരികിലെ സ്വകാര്യ പറമ്പുകളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചാലിശ്ശേരി പഞ്ചായത്ത് ഹരിത പാടശേഖരത്ത് മഴ നനഞ്ഞ് 30 ടൺ നെല്ല് കെട്ടിക്കിടക്കുന്നു. ടോക്കൺ കിട്ടി 3 ആഴ്ചയായിട്ടും സംഭരണം വൈകുന്നതായി പരാതി. അധികൃതർ വേഗത്തിൽ നെല്ല് സംഭരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ചാലിശ്ശേരി പഞ്ചായത്ത് 14-ാം വാർഡ് തെക്കേക്കര ഹരിത പാടശേഖരത്തിലെ കർഷകരുടെ കഠിനാധ്വാനമാണ് മഴയിൽ കണ്ണീരാകുന്നത്. ടോക്കൺ ലഭിച്ച് 3 ആഴ്ച കഴിഞ്ഞിട്ടും നെല്ല് ഇതുവരെ സംഭരണത്തിനായി കൊണ്ടുപോകാത്തതിനെ തുടർന്ന് ഏകദേശം 30 ടൺ നെല്ലാണ് ബുധനാഴ്ച പുലർച്ചെ പെയ്ത മഴയിൽ വേദനയായത്. 500-ലധികം ചാക്ക് നെല്ല് പാടത്ത് തന്നെ ടാർപ്പായിട്ട് സംരക്ഷിക്കുകയാണ്. ഓരോ മഴ പെയ്യുമ്പോഴും നെല്ല് ഉണക്കാനും സംരക്ഷിക്കാനുമായി കർഷകർക്ക് ആയിരങ്ങൾ കൂലിച്ചെലവാകുന്നുണ്ട്. കേരളത്തിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്ന കർഷകർക്കാണ് ഈ തീരാദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്. മഴ തുടരുമെന്ന ആശങ്കയും സംഭരണത്തിലെ താമസവും കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. 6 മാസം പാടത്ത് കർഷകർ ചേർന്ന് അധ്വാനിച്ച് വിളയിച്ച മികച്ച നെല്ലാണ് പാടത്ത് കെട്ടിക്കിടക്കുന്നത്. ഇത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും കർഷകരെ തള്ളിവിടുന്നുണ്ട്. നെല്ല് പാടത്ത് കിടന്ന് നശിക്കുമോ എന്ന ആശങ്ക ദിനം പ്രതി വർദ്ധിക്കുകയാണെന്ന് കർഷകരായ മുഹമ്മദ് സുലൈമാൻ, മാമ്പുള്ളി കുഞ്ഞുമോൻ എന്നിവർ പറഞ്ഞു. ഓരോ മഴയ്ക്കും ഞങ്ങളിപ്പോൾ ഇന്നലെ ഫുള്ള് ഉറങ്ങിയിട്ടില്ല. കാരണം ഇത്രയും നെല്ലോടെ കിടക്കുകയാണ്. 6 മാസത്തെ അധ്വാനം ഞങ്ങൾക്ക് കാറ്റുമഴയും കാരണം ഒരു കൂട്ടുകൂലിയോ മറ്റു കാര്യങ്ങളോ ആനുകൂല്യമൊന്നും കിട്ടുന്നില്ല. ഇത് കയറ്റിക്കൊണ്ടായിട്ട് 6 മാസം കഴിഞ്ഞാൽ പൈസ കിട്ടില്ല. എന്നാലും വേണ്ടില്ല, ഞങ്ങൾ ഈ അധ്വാനിച്ചിട്ടുള്ളത് ഈ മുതലുപട കിട്ടുന്ന നാശമാകുമ്പോൾ ഞങ്ങൾക്ക് അത് അത്രയും വേദനയുള്ള കാര്യങ്ങളാണ്. ഇത് ബന്ധപ്പെട്ട ആൾക്കാർ വന്നിട്ട് നോക്കാനോ അതിനൊന്നുമില്ല. വെറും ടോക്കൺ തന്നുകൊണ്ട് കാര്യമായിട്ടില്ലോ.
അതും കൈവച്ച് കാര്യമില്ല. മില്ലേര് പോകുന്നില്ല. അവർക്ക് പിന്നെ വരാമെന്ന് പറഞ്ഞില്ലാതെ ഈ വഴിക്ക് വന്നിട്ടില്ല. ഒന്നിച്ചില്ല മാസം കഴിഞ്ഞു ഈ നെല്ലിവിടെ പാടത്ത് കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്യുമോ എന്ന ആശങ്കയിൽ ഉറക്കം കളഞ്ഞ് പാടത്തിരിക്കേണ്ട ഗതികേടാണെന്നും കർഷകർ പറയുന്നു. ഇതിനിടെ പെരുമണ്ണൂരിൽ കഴിഞ്ഞ ദിവസം സമാന സാഹചര്യത്തിൽ നെല്ല് പാടത്ത് കിടക്കുന്നത് വാർത്തയായതിനെ തുടർന്ന് മില്ല് അധികൃതർ പരിശോധനയ്ക്കെത്തിയിരുന്നു. എന്നാൽ സംഭരണം വേഗത്തിലാക്കാനുള്ള നടപടികൾ ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. 2 പാടശേഖര സമിതികളുടെ പാടത്ത് കിടക്കുന്ന നെല്ല് സംഭരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. അതേസമയം അടുത്ത ദിവസങ്ങളിലും മഴ തുടരുമെന്ന കാലാവസ്ഥാ പ്രവചനം കർഷകരുടെ ആശങ്ക ഇരട്ടിയാക്കുകയാണ്. തുക തന്നില്ലെങ്കിലും നെല്ലെങ്കിലും കൊണ്ടുപോകണമെന്ന അഭ്യർത്ഥനയാണ് തങ്ങൾക്കുള്ളതെന്ന് ഹരിത പാടശേഖര സമിതി പ്രസിഡന്റ് ഇ മുഹമ്മദ് ഹനീഫ പറഞ്ഞു. സെക്രട്ടറിയാ മുഹമ്മദ് ഹനീഫ. 1 മാസം കഴിഞ്ഞ് ഈ നെല്ല് കൊയ്തിട്ട് 3 ആഴ്ച കഴിഞ്ഞ് ടോക്കൺ കിട്ടിയിട്ട് ഇതുവരെ മില്ലേർ വന്നിട്ട് ഈ സാധനം ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല. ഈ സാധനം മഴയത്ത് ഈ സാധനം കിടക്കുന്നു. ഇത് മാത്രമല്ല 500ഓളം ചാക്ക് ഈ പാടത്ത് കിടക്കുന്നുണ്ട്. ഈ പാടത്ത് മാത്രമായിട്ട് കിടക്കുന്നുണ്ട്. ഇത് ഒന്നില്ലെങ്കിൽ ഇത് കൊണ്ടുപോകും, ഇവിടുന്ന് കാശ് കിട്ടിയില്ലെങ്കിൽ വേണ്ട, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പോയി കിടക്കുന്നത്. ശക്തമായ കാറ്റിൽ ഓടിട്ട വീടിന് മുകളിലേക്ക് മരം മുറിഞ്ഞു വീണ് വീട് പൂർണ്ണമായും തകർന്നു. ഗൃഹനാഥൻ ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. പുനേർകുളം മാവിൻചുവട് കോതോടുകളം റോഡിൽ താമരശ്ശേരി അറുമുഖന്റെ വീടിന് മുകളിലേക്കാണ് സമീപത്തെ മാവിന്റെ കൊമ്പ് പൊട്ടി വീണത്. ബുധനാഴ്ച പുലർച്ചെ 1-നായിരുന്നു സംഭവം. അറുമുഖനും ഭാര്യ വനജയ്ക്കുമാണ് പരിക്കേറ്റത്. ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയതുകൊണ്ടാണ് ഇവർ വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ചുമരുകളും നിലം പതിച്ചു. TV, ഫ്രിഡ്ജ് അടക്കം വീട്ടുപകരണങ്ങൾ തകർന്നിട്ടുണ്ട്. ചുമരുകൾ ഭാഗികമായി തകർന്നു. പുനേർകുളം പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത, വില്ലേജ് ഓഫീസർ രജിത്, പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ, വാർഡ് മെമ്പർ ഹസീന അബു താഹിർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. 1 മാസക്കാലം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിൽ നിന്നും നേടിയെടുത്ത ആത്മവിശുദ്ധിയോടെ ഇസ്ലാം മതവിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ശവ്വാൽ മാസപ്പിറ കാണുന്നതനുസരിച്ച് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആയിരിക്കും ചെറിയ പെരുന്നാൾ. 1 മാസക്കാലം അന്നപാനീയങ്ങളും വികാരവിചാരങ്ങളും വെടിഞ്ഞും മനസ്സും ശരീരവും അള്ളാഹുവിലേക്ക് സമർപ്പിച്ച് ഖുർആൻ പാരായണം നടത്തിയും നിർബന്ധ ഐച്ഛിക നമസ്കാരങ്ങൾ നിർവഹിച്ചും 1 വർഷക്കാലത്തെ പാപങ്ങൾ കരിയിച്ചു കളഞ്ഞ് ആത്മസംശുദ്ധിയോടെയാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ വരവേൽക്കുന്നത്. വ്യാഴാഴ്ച മാനത്ത് ശവ്വാൽ അമ്പിളിപ്പിറ കണ്ടാൽ വെള്ളിയാഴ്ചയും, മാസം കാണാത്ത പക്ഷം റമദാൻ നോമ്പ് 30 പൂർത്തിയാക്കി ശനിയാഴ്ചയുമായിരിക്കും ചെറിയ പെരുന്നാൾ. പെരുന്നാൾ തലേന്ന് രാത്രി മുതൽ പള്ളികളും വീടുകളും തക്ബീർ ധ്വനികളാൽ മുഖരിതമാകും. ഇതോടെ വിശ്വാസികൾ നോമ്പിൻ്റെ പൂർണ്ണതയ്ക്കായി ഫിത്ർ സക്കാത്ത് വിതരണത്തിലേക്കും കടക്കും. ഈദ് ദിനത്തിൽ ഒരാൾ പോലും പട്ടിണി കിടക്കരുതെന്നാണ് ഫിത്ർ സക്കാത്തിൻ്റെ ലക്ഷ്യം. പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായി ഫിത്ർ സക്കാത്ത് വിതരണം പൂർത്തിയാക്കും. പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ചാണ് ഈദ് നമസ്കാരം നടക്കുക. ഇതിനായുള്ള ഒരുക്കങ്ങൾ മസ്ജിദ് ഈദ്ഗാഹ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. പുത്തനുടുപ്പുകൾ വാങ്ങിയും വിഭവങ്ങളൊരുക്കാൻ കലവറകൾ നിറച്ചും നാളെ വിണ്ണിൽ ശവ്വാലിൻ അമ്പിളിവട്ടത്തെ പ്രതീക്ഷിക്കുകയാണ് വിശ്വാസി സമൂഹം. വേലൂർ ഫൊറോന ദേവാലയത്തിൽ മെയ് 7, 8 തീയതികളിൽ നടക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് തിരുനാൾ കമ്മിറ്റി ഓഫീസ് തുറന്നു. വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ജോൺ പേരാമംഗലം, ജനറൽ കൺവീനർ CD സൈമൺ, പബ്ലിസിറ്റി കൺവീനർ സാബു കുറ്റിക്കാട്ട്, ട്രസ്റ്റി CO ഡേവിസ്, കുര്യാക്കോസ്, PA ജോജു, ജോസഫ്, കേന്ദ്രസമിതി കൺവീനർ PP യേശുദാസ് എന്നിവർ സംബന്ധിച്ചു. ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ രാമനവമി പ്രതിഷ്ഠാദിന മഹോത്സവം മാർച്ച് 25 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ ക്ഷേത്ര ചടങ്ങുകളോടും കലാപരിപാടികളോടും കൂടി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രിയും മുൻ ഗുരുവായൂർ മേൽശാന്തിയുമായ മഠത്തിൽ മുണ്ടയൂർ നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. രാമനവമി ദിവസമായ മാർച്ച് 26 വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് ആലപ്പുഴ ചിന്മയ മിഷൻ അവതരിപ്പിക്കുന്ന ഭക്തിപ്രഭാഷണത്തോടെ കലാപരിപാടികൾ ആരംഭിക്കും. തുടർന്ന് 7 മണിയോടെ ക്ലാസിക്കൽ ഡാൻസും തിരുവാതിരക്കളിയും ഉൾപ്പെടുന്ന നൃത്തസന്ധ്യയുമുണ്ടാകും. മാർച്ച് 27 വെള്ളിയാഴ്ച പ്രതിഷ്ഠാ ദിവസം ക്ഷേത്രത്തിൽ രാവിലെ 7 മണി മുതൽ നവകം, പഞ്ചഗവ്യം, കളഭം അഭിഷേകങ്ങൾ, വിശേഷാൽ ഹോമങ്ങൾ, ശ്രീഭൂതബലി, ചതുശത പായസ നിവേദ്യം, നടക്കൽപ്പറ എന്നിവയുണ്ടാകും. അന്നേ ദിവസം രാവിലെ 8:30 മുതൽ ശ്രീരാമസംഗീത മണ്ഡപത്തിൽ കമനി S വർമ്മ തൃപ്പൂണിത്തുറയും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനവും ഉണ്ടാകും. 2026 മാർച്ച് 26 വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് ആലപ്പുഴ ചിന്മയ മിഷൻ അവതരിപ്പിക്കുന്ന ഭക്തി പ്രഭാഷണത്തോടുകൂടി കലാപരിപാടികൾ
തുടർന്ന് 7 മണിയോടെ ക്ലാസിക്കൽ ഡാൻസും തിരുവാതിരകളിൽ ഉൾപ്പെടുന്ന നൃത്തസന്ധ്യയും ഉണ്ടായിരിക്കുന്നതാണ്. 2026 മാർച്ച് 27 തീയതി വെള്ളിയാഴ്ച പ്രതിഷ്ഠാദിന ദിവസം ക്ഷേത്രത്തിൽ രാവിലെ 7 മണിക്ക് നവകം, പഞ്ചഗവ്യം, കളഭം, അഭിഷേകങ്ങൾ, വിശേഷ ഹോമങ്ങൾ, ശ്രീഭൂതബലി, ചതശരപ്പായസ നൈവേദ്യം, നടക്കൽ പറ എന്നിവ. തുടർന്ന് 10:30 മുതൽ കലാമണ്ഡലം ചന്ദ്രൻ പെരിങ്ങോടും സംഘവും അവതരിപ്പിക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം, 11 മണിക്ക് പ്രസാദഊട്ട്, വൈകിട്ട് നെയ്യ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ ചുറ്റുവിളക്ക്, നിറമാല എന്നീ ചടങ്ങുകളും നാരായണമംഗലത്തുമന ഡോക്ടർ ഇരവി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പുണർത്തംവാരവും നടത്തും. മാർച്ച് 28 ശനിയാഴ്ച വൈകിട്ട് 6:30 മുതൽ ശ്രീരാമ സംഗീത മണ്ഡപത്തിൽ കൈകൊട്ടിക്കളി, വീരനാട്യം തുടങ്ങി വിവിധ നൃത്തരൂപങ്ങളുടെ സമന്വയമായ കലാസന്ധ്യ അരങ്ങേറും. മാർച്ച് 29 ഞായറാഴ്ച രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെ നടക്കുന്ന സംഗീതോത്സവത്തിൽ നിരവധി സംഗീതജ്ഞർ പങ്കെടുക്കും. തുടർന്ന് 6:30 മുതൽ ക്ലാസിക്കൽ ഡാൻസ്, തിരുവാതിരക്കളി, വീരനാട്യം എന്നിവ ഉൾപ്പെടുന്ന നൃത്തനൃത്യങ്ങളോടുകൂടി ഈ വർഷത്തെ രാമനവമി പ്രതിഷ്ഠാദിന ആഘോഷ പരിപാടികൾക്ക് സമാപനമാകുമെന്ന് ക്ഷേത്രഭരണസമിതി പ്രസിഡന്റ് EK പ്രഭാകരൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് EM കരുണപ്രസാദ്, കമ്മിറ്റി അംഗങ്ങളായ ജയൻ കോലഴി, ആനന്ദൻ കരുമത്ത് എന്നിവർ അറിയിച്ചു. പൊന്നാനി കോളിലെ പ്രധാന ജലസ്രോതസ്സായ നൂറടിത്തോട് വറ്റുന്നത് മൂലം പുഞ്ച കർഷകർക്ക് ആശങ്ക. പുന്നേർകുളം, പരൂർ, ഉപ്പുങ്ങൽ കോൾപ്പടവുകളിലെ 900 ഏക്കർ പുഞ്ചകൃഷിയാണ് വെള്ളം ലഭിക്കാതായതോടെ പ്രതിസന്ധിയിലായത്. ഏകദേശം 2 ആഴ്ചയോളം വരെ നെല്ലിന് വെള്ളം ആവശ്യമാണ്. എന്നാൽ 3-4 ദിവസങ്ങൾക്കകം തോട്ടിലെ വെള്ളം പൂർണ്ണമായി വറ്റുമെന്ന് കർഷകർ പറയുന്നു. പരൂർ പടവിൽ കതിർ വരാൻ പാകമായ നെൽച്ചെടികൾക്ക് കൂടുതൽ വെള്ളം വേണ്ടിവരുന്ന സമയമാണിപ്പോൾ. ഉപ്പുങ്ങൽ കടവ് പാലത്തിന് സമീപം വെള്ളം ചെറിയ ചാലുകളിലൂടെ എത്തിച്ച് പമ്പിംഗ് നടത്തുകയാണ് ചെയ്യുന്നത്. വെള്ളം ലഭിക്കാത്തതിനാൽ ചില ഭാഗങ്ങളിൽ നെല്ല് ഉണക്ക ഭീഷണിയിലാണ്. ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തത് നെല്ലിന്റെ വിളവിനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ കാട്ടകാമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനവും റംസാൻ റിലീഫ് വിതരണവും നടത്തി. ചിറക്കൽ അറഫ പാലസിൽ നടന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ 17ാം വാർഷിക അനുസ്മരണ സമ്മേളനവും ശിഹാബ് തങ്ങൾ റിലീഫ് വിതരണവും മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് പാണക്കാട് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ചികിത്സാധന സഹായ വിതരണം കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കറും, ആട് വിതരണം ലീഗ് മണ്ഡലം പ്രസിഡന്റ് KC മൊയ്തുട്ടി, വസ്ത്രവിതരണം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിജയ ഗോപിയും നിർവഹിച്ചു. റിലീഫ് സെൽ ചെയർമാൻ അറഫ മൊയ്തുണ്ണി ഹാജി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സുബൈർ കോഴിക്കര അനുസ്മരണ പ്രഭാഷണം നടത്തി. ലീഗ് ദേശീയ സമിതി അംഗം കരീം പന്തളം, ജില്ലാ സെക്രട്ടറി ഉസ്മാൻ കല്ലാട്ടയിൽ, സുഹൈൽ കടവലൂർ, നാസർ കടവലൂർ, വൈസ് ചെയർമാൻ EM കുഞ്ഞുമോൻ ഹാജി, കൺവീനർ AY മുഹമ്മദ് കുട്ടി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സോണി സക്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ കൺവീനർ അബ്ദുൾ ഗനി സ്വാഗതവും ട്രഷറർ അബൂബക്കർ പോർക്കുളം നന്ദിയും പറഞ്ഞു. മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകർന്ന് കുന്നംകുളം പ്രസ് ക്ലബ്ബ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന സംഗമത്തിൽ KT ഷാജൻ മാസ്റ്റർ അധ്യക്ഷനായി. സുന്നി ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് നിസാർ അലി വാഫി ഇഫ്താർ സന്ദേശം നൽകി. നോമ്പുകാലം പകർന്നു നൽകുന്ന ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വിശുദ്ധി ജീവിതത്തിൽ പകർത്തുവാൻ ഏവർക്കും സാധിക്കണമെന്ന് അദ്ദേഹം സന്ദേശത്തിൽ വ്യക്തമാക്കി. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി അജ്മൽ ചമ്മന്നൂർ, നിർവാഹക സമിതി അംഗം സുധീഷ് മേക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി അഖിൽ രാമപുരം, നിർവാഹക സമിതി അംഗം ജോസ് മാളിയേക്കൽ, പ്രസ് ക്ലബ്ബ് അംഗങ്ങളായ C സജിത്ത്, സുമേഷ് P വിൽസൺ, മുകേഷ് കൊങ്ങണ്ണൂർ, രവീന്ദ്രനാഥ് കൂനത്ത്, ND ബിനീഷ്, ബീമോൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ചെറുകിട സംരംഭങ്ങൾ നടത്തുന്ന സ്ത്രീകളെ പിന്തുണയ്ക്കുന്ന വിമൺ എംപവർമെന്റ് യൂണിയൻ എന്ന ഓൺലൈൻ കൂട്ടായ്മയുടെ 3ാം വാർഷികം ആഘോഷിച്ചു. കോട്ടയം സ്നേഹക്കൂട് അഭയ മന്ദിരത്തിലെ അന്തേവാസികൾക്കൊപ്പം കേക്ക് മുറിച്ചും സ്നേഹവിരുന്ന് നടത്തിയുമാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. അംഗങ്ങളിൽ നിന്ന് ശേഖരിച്ച ചെറിയ തുകയിലൂടെ സഹായങ്ങളും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി. വിമൺ എംപവർമെന്റ് യൂണിയൻ ഫൗണ്ടർ ധന്യ പ്രശാന്ത്, അഡ്മിൻമാരായ സ്നേഹ സനീഷ്, വിജിന വരുൺ, മോഡറേറ്റർമാരായ പ്രസീല ആനന്ദ്, റിയ ജെയ്സൺ, രാഗി പ്രശാന്ത്, സബ് മോഡറേറ്റർമാർ, എക്സിക്യൂട്ടീവ് മെമ്പർമാർ എന്നിവരും നേതൃത്വം നൽകി.
ലോറികൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. കേച്ചേരി ചിറനെല്ലൂരിൽ കൂമ്പുഴ പാലത്തിന് സമീപത്ത് വെച്ചുണ്ടായ അപകടത്തിൽ 2 ലോറികളുടെയും ഡ്രൈവർമാർക്കാണ് പരിക്കേറ്റത്. കോട്ടയം പൂവരണി സ്വദേശി മുഖാലക്കുന്നേൽ വീട്ടിൽ സെബാസ്റ്റ്യൻ മകൻ മനു, വയനാട് മക്കിയാട് സ്വദേശി പന്തപ്പിലാവിൽ വീട്ടിൽ പൊക്കൻ മകൻ സുജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ കേച്ചേരി ആക്ട്സ് പ്രവർത്തകർ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2024 സംസ്ഥാന ഫോക്ലോർ അക്കാദമി അവാർഡ് സുന്ദരൻ മുണ്ട്രക്കോടിന്. അനുഷ്ഠാന ആചാരകലയായ മലവാഴിയാട്ടമാണ് സുന്ദരനെ അവാർഡിന് അർഹനാക്കിയത്. വർഷങ്ങളായി കലാരംഗത്ത് പ്രവർത്തിച്ചുവരുന്ന സുന്ദരൻ ചാലിശ്ശേരി KSCBയിലെ ജീവനക്കാരനാണ്. പൂരത്തെയും മലവാഴിയാട്ടത്തെയും ആസ്പദമാക്കി ചോപ്പനിറക്കം എന്ന പേരിൽ പുസ്തകവും എഴുതിയിട്ടുണ്ട്. അടുത്ത പുസ്തകമായ പെമോഗം പ്രകാശനത്തിനൊരുങ്ങുകയാണ്. മുൻപ് സഹോദരൻ മോഹനനും ഫോക്ലോർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. തറവാട്ടിലേക്ക് 2 തവണ അംഗീകാരം എത്തിയതിലുള്ള സന്തോഷത്തിലാണ് ആനക്കര സുന്ദരൻ മുണ്ട്രക്കോടിന്റെ കുടുംബം. പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ സമാദരണ സദസ്സും പുസ്തക സമർപ്പണവും സംഘടിപ്പിച്ചു. രുക്മിണി റീജൻസിയിൽ നടന്ന ചടങ്ങ് കവിയും സാഹിത്യകാരനുമായ രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ കക്കാട് രാജപ്പൻ മാരാർ, മമ്മിയൂർ ദേവസ്വം ചെയർമാനായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട GK പ്രകാശൻ എന്നിവരെ ആദരിച്ചു. പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ് രചിച്ച ഓട്ടം തുടങ്ങിയ കഥ എന്ന പുസ്തകം കലാമണ്ഡലം ഗോപിനാഥ് പ്രഭയ്ക്ക് നൽകി സമർപ്പണം നടത്തി. രാധാകൃഷ്ണൻ ആലക്കൽ രചിച്ച ഭാഗവത പ്രശ്നോത്തരി, VMK നമ്പൂതിരി രചിച്ച പൂർണ്ണപുണ്യ പുരാണങ്ങളിലൂടെ തുടങ്ങിയ പുസ്തകങ്ങളുടെ സമർപ്പണവും നടന്നു. SNDP യോഗം യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ, പൈതൃകം പ്രസിഡന്റ് അഡ്വക്കേറ്റ് C രാജഗോപാലൻ, മധു K നായർ, KK വേലായുധൻ, ശ്രീകുമാർ P നായർ, K സുഗതൻ, രവി വട്ടരങ്ങത്ത, പ്രഹ്ലാദൻ മാമ്പറ്റ, മുരളി അകമ്പടി തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ ബിന്ദു സുജിത്തിന്റെ നൃത്തവും പ്രശസ്ത സാക്സോഫോൺ കലാകാരൻ കിഷോർ അന്തിക്കാടിന്റെ സാക്സോഫോൺ വാദനവും ഉണ്ടായിരുന്നു. വേലൂർ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദു ഏകതാ സമ്മേളനം നടത്തി. വേലൂർ കാരങ്ങൽ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ഏകതാ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ സജീവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവാ സംഘം പ്രാന്തീയ സഹവ്യവസ്ഥാ പ്രമുഖ് ET വിജയമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്വാഗത സംഘം രക്ഷാധികാരി ഡോക്ടർ OS കൃഷ്ണൻ നമ്പൂതിരി സംസാരിച്ചു. തുടർന്ന് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിച്ചവരെ ആദരിച്ച് സമാദരണ സഭ നടന്നു. തുടർന്ന് കലാസന്ധ്യയും അരങ്ങേറി. സമ്മേളനത്തിലെ PK ശിവദാസ് സ്വാഗതവും നിധീഷ് നന്ദിയും പറഞ്ഞു. കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വർണ്ണാഭമായി. രാവിലെ നട തുറന്നതിനു ശേഷം വിശേഷാൽ പൂജകൾ, ഗണപതി ഹോമം എന്നിവ നടന്നു. ഉച്ചയ്ക്ക് 3-ന് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. മുള്ളത്ത് ഗണപതി ഭഗവതിയുടെ തിടമ്പേറ്റി. വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ പ്രമാണിത്വത്തിലുള്ള ചെണ്ടമേളം അകമ്പടിയായി. വൈകിട്ട് 6 മണി മുതൽ പ്രാദേശിക കമ്മിറ്റികളുടെ പഞ്ചവാദ്യവും ചെണ്ടമേളവും തകിൽ നാദസ്വരവുമായുള്ള പൂരങ്ങൾ ക്ഷേത്രപ്രദക്ഷിണം നടത്തി. വൈകിട്ട് 7:40 നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 13 ഗജവീരന്മാർ അണിനിരന്നു. പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിൽ നടന്ന പാണ്ടിമേളവും ശ്രദ്ധേയമായി. തുടർന്ന് തെയ്യം, തിറ, ഭൂതം, കാവടി, കാളകളി തുടങ്ങിയ വേലയാഘോഷങ്ങളും ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. രാത്രിപൂരം ആവർത്തനവും പുലർച്ചെ ആനയോടുകൂടിയ താലം വരവും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ പൂരത്തിനു മുന്നോടിയായി നടന്നു വന്നിരുന്ന കളംപാട്ടിന് കൂറ വലിച്ചതോടെ ആഘോഷങ്ങൾക്ക് സമാപനമായി. മീനഭരണി ദിവസമായ മാർച്ച് 22-ന് ക്ഷേത്രത്തിൽ കൊടുങ്ങല്ലൂരമ്മയ്ക്ക് പൊങ്കാല സമർപ്പണം നടക്കുമെന്ന് ഭരണസമിതി പ്രസിഡന്റ് പ്രഭാത് മുല്ലപ്പള്ളി, സെക്രട്ടറി ഘോഷ് കുമാർ, രക്ഷാധികാരി വിശ്വംഭരൻ തമ്പിയാട്ടിൽ എന്നിവർ അറിയിച്ചു. യുഎയിലെ കാണിപ്പയൂർ മഹല്ല് പ്രവാസികളുടെ സംഘടനയായ കാണിപ്പയൂർ വെൽഫെയർ സൊസൈറ്റി നേതൃത്വത്തിൽ റമദാൻ കിറ്റ് വിതരണം ചെയ്തു. വിശുദ്ധ റമദാൻ മാസത്തിൽ സഹോദര സമുദായത്തിലെ നിർധനരായവർക്കായി നടത്തിയ കിറ്റ് വിതരണം കാണിപ്പയൂർ മഹല്ല് ഖത്തീബ് ജുബൈർ സദേ ഉദ്ഘാടനം നിർവഹിച്ചു. മഹല്ല് പ്രസിഡന്റ് MA ഷാഫി, സെക്രട്ടറി MA അബൂബക്കർ, PA മൂനുട്ടി, വെൽഫെയർ സൊസൈറ്റി ഭാരവാഹികളായ MM നൌഫൽ എന്നിവർ നേതൃത്വം നൽകി. നമ്മൾ ചാവക്കാട്ടുകാർ സൗദി ചാപ്റ്റർ ഇഫ്താർ കുടുംബസംഗമം സംഘടിപ്പിച്ചു. നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ട് സൗദി ചാപ്റ്റർ ഒരുക്കിയ ഇഫ്താർ കുടുംബസംഗമം പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. റിയാദ് എക്സിറ്റ് 18-ലെ വനാസ ഇസ്തിഹാറയിൽ നടന്ന പരിപാടിയിൽ ചാവക്കാട് നിവാസികൾ, ക്ഷണിക്കപ്പെട്ട അതിഥികൾ, റിയാദിലെ മാധ്യമ, സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രമുഖർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. സിറാജുദ്ദീൻ ഓവുങ്ങലിൻ്റെ ആമുഖ പ്രസംഗത്തോടെ ആരംഭിച്ച കുടുംബസംഗമം സാമൂഹിക പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുകാട് ഉദ്ഘാടനം ചെയ്തു. ഷാഫി വടക്കേകാട് പ്രാർത്ഥനാ സദസ്സിന് കാർമ്മികത്വം വഹിച്ചു. സയ്യിദ് ജാഫർ തങ്ങൾ അധ്യക്ഷനായി. ഫെർമിസ് മടത്തൊടിയിൽ സ്വാഗതവും മനാഫ് അബ്ദുള്ള നന്ദിയും പറഞ്ഞു. ഷാഹിദ് അറക്കൽ, റിയാദ് മീഡിയ ഫോറം ജനറൽ സെക്രട്ടറി ജയൻ കൊടുങ്ങല്ലൂർ, ജില്ലാ സംഘടനാ പ്രതിനിധികളായ മുഹമ്മദ് കുട്ടി, നാസർ വലപ്പാട്,
രാധാകൃഷ്ണൻ കലവൂർ, ഷാനവാസ്, ആഷിഖ്, റഹ്മാൻ മുനമ്പത്ത്, നസീബ് കലാഭവൻ, അബ്ദുൾ നാസർ തുടങ്ങിയവർ സംസാരിച്ചു. നവ്യ നന്ദകുമാറിന് കേരള ലളിതകലാ അക്കാദമി സ്കോളർഷിപ്പ്. കേരള ലളിതകലാ അക്കാദമി കലാവിദ്യാർത്ഥികൾക്ക് നൽകുന്ന 2025-26 സ്കോളർഷിപ്പുകൾ പ്രഖ്യാപിച്ചു. പ്രശസ്ത ശില്പി KP കൃഷ്ണകുമാറിന്റെ നാമധേയത്തിലുള്ള 15,000 രൂപയുടെ സ്കോളർഷിപ്പ് നവ്യ നന്ദകുമാറിന് ലഭിച്ചു. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ് ശില്പകലാ വിദ്യാർത്ഥിയാണ് നവ്യ. പ്രശസ്ത ദാരുശില്പി എളവള്ളി നന്ദന്റെയും ശ്വേതാനന്ദന്റെയും മകളായ നവ്യ നന്ദകുമാർ അന്തരിച്ച പ്രശസ്ത ദാരുശില്പി എളവള്ളി നാരായണനാചാര്യയുടെ കൊച്ചുമകളാണ്. ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷൻ വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. GMA പ്രസിഡന്റ് TN മുരളി ഉദ്ഘാടനം ചെയ്തു. വനിതാ വിംഗ് പ്രസിഡന്റ് ടെസി ഷൈജോ അധ്യക്ഷത വഹിച്ചു. റഹ്മാൻ തിരുനെല്ലൂർ റമദാൻ സന്ദേശം നൽകി. രാഖി സുനിൽകുമാർ, നീതു ബിനീഷ്, പ്രിയ രാജേന്ദ്രൻ, ധന്യ പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. മതസാമൂഹിക സാംസ്കാരിക പ്രവർത്തകർക്കായുള്ള റമദാൻ സ്നേഹോപഹാരം ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ കൈമാറി. ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ കഴിഞ്ഞ 5 വർഷത്തോളമായി മതസാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാർക്കായി നൽകിവരുന്ന റമദാൻ സ്നേഹോപഹാരം ഇത്തവണയും ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗങ്ങൾ സാംസ്കാരിക പ്രവർത്തകരുടെ വീടുകളിൽ എത്തിച്ചു നൽകി. റമദാൻ സ്നേഹോപഹാരത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പഴഞ്ഞി MD കോളേജിൽ നടത്തിയ ചടങ്ങിൽ ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് P മുനീറിൽ നിന്നും സ്നേഹോപഹാരം ഏറ്റുവാങ്ങിക്കൊണ്ട് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപൊലിത്ത നിർവഹിച്ചു. സ്നേഹോപഹാരം കൊടുത്തയച്ച അമീറിന് നന്ദി അർപ്പിച്ചുകൊണ്ട് മെത്രോപൊലിത്ത നൽകിയ റോസാപ്പൂക്കളുടെ കൈമാറ്റവും നടന്നു. ചടങ്ങിൽ ഏരിയ കമ്മിറ്റി അംഗം MA കമറുദ്ദീൻ, പ്രശസ്ത എഴുത്തുകാരൻ GK എടത്തനാട്ടുകരയുടെ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചമെന്ന പുസ്തകം മെത്രോപൊലിത്തയ്ക്ക് കൈമാറി. നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ, സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ, ഗാനരചയിതാക്കളായ റഫീഖ് അഹമ്മദ്, BK ഹരിനാരായണൻ എന്നിവർക്കും ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ അമീറിന്റെ റമദാൻ സ്നേഹോപഹാരം വീടുകളിൽ എത്തിച്ചു നൽകി. ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് P മുനീർ, PR സെക്രട്ടറി ഷാഹിദ് പാലിയത്ത്, പീപ്പിൾസ് ഫൗണ്ടേഷൻ ഏരിയ കോർഡിനേറ്റർ MH റഫീഖ്, ഏരിയ കമ്മിറ്റി അംഗം MA കമറുദ്ദീൻ, മീഡിയ 1 ഏരിയ കോർഡിനേറ്റർ AK അബ്ദുൾ കരീം എന്നിവർ പങ്കെടുത്തു. കടവല്ലൂർ പഞ്ചായത്ത് ICDSന്റെ ആഭിമുഖ്യത്തിൽ കൗമാരപ്രായക്കാരിലെ ലഹരി ഉപയോഗം എങ്ങനെ തടയാം എന്ന വിഷയത്തിൽ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. വട്ടമാവിലുള്ള 6 നമ്പർ അങ്കണവാടിയിൽ നടന്ന ചടങ്ങിൽ കടവല്ലൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TS മണികണ്ഠൻ, ഡിസ്പെൻസറിയിലെ ഹൌസ് സർജൻ ഡോക്ടർ ഗായത്രി എന്നിവർ അങ്കണവാടി വർക്കർമാർക്ക് ക്ലാസ് എടുത്തു. ബിന്ദു ടീച്ചർ സ്വാഗതവും ഗിരിജ ടീച്ചർ നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,460 രൂപ, പവന് 1,15,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 270 രൂപ. ചരമം. പെരുമ്പിലാവ് ഫാൾക്കൺ മാളിനും പുറകിൽ താമസിക്കുന്ന പള്ളിത്തെരുവിൽ ഷെരീഫ് നിര്യാതനായി. 61 വയസ്സായിരുന്നു. പെരുമ്പിലാവ് കലാ ഹെയർ ഡ്രസ്സസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയായിരുന്നു. ഖബറടക്കം ജന്മനാടായ ഒറ്റപ്പാലം ജുമു മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. സുബൈദ ഭാര്യയും ഇബ്രാഹിം ബാദുഷ, ബൽക്കീസ്, ബനാഷ്ര എന്നിവർ മക്കളുമാണ്. കേച്ചേരി പറപ്പൂക്കാവ് പായിടത്ത് ശങ്കരൻ മകൻ ജയൻ നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. നിർമ്മല ഭാര്യയും സാംജിത്ത്, ശില്പ എന്നിവർ മക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹൻ കുന്നംകുളത്ത് UDF സ്ഥാനാർത്ഥിയായേക്കും. പ്രഖ്യാപനം വൈകില്ലെന്ന സൂചന. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം കുന്നംകുളത്ത് ആവേശകരമായ സ്വീകരണവും റോഡ് ഷോയും ഒരുക്കാൻ UDF നേതൃത്വം. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനായി പോരാട്ടം നയിക്കാൻ KR റിജിൽ. മണ്ഡലത്തിൽ സ്ഥിരമായി മത്സരിച്ചിരുന്ന BJP ഇക്കുറി സഖ്യകക്ഷിയായ BDJSന് സീറ്റ് വിട്ടു നൽകിയതോടെയാണ് തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കൂടിയായ റിജിലിന് സ്ഥാനാർത്ഥിത്വം ലഭിച്ചത്. കന്നിയംഗത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് KR റിജിൽ. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി CH റഷീദിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചാവക്കാട് ഉജ്ജ്വല തുടക്കം. കൈവിട്ടുപോകുന്ന വിജയം ഇക്കുറി നേടിയെടുക്കാനാകുമെന്ന പ്രതീക്ഷയിൽ UDF ക്യാമ്പ്.
ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി ചെർപ്പുളശ്ശേരി തെക്കുംപറമ്പത്ത് നാരായണൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. മേൽശാന്തിയാകുന്നത് ഇതാദ്യം. ഏപ്രിൽ 1-ന് ചുമതലയേൽക്കും. നിയുക്ത മേൽശാന്തിക്ക് വിവിധ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരണം. പ്രതിഷേധങ്ങൾക്ക് നടുവിൽ വരവൂർ തളി നടുവട്ടത്തെ മാംസമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ട്രയൽ റൺ നടന്നു. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം വൻ പോലീസ് സന്നാഹത്തിന്റെ കാവലിലാണ് പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. പ്രതിഷേധവുമായി UDF-ഉം CPM-ഉം. ബുധനാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങൾ. അണ്ടത്തോട് പ്രിയദർശിനി റോഡിൽ ഓടിട്ട വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. കല്ലുംപുറം ചാലിശ്ശേരി റോഡിലേക്ക് മരം കടപുഴകി വീണു. കാർഷിക മേഖലയിലും നാശനഷ്ടങ്ങൾ. ഒരു മാസക്കാലം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിൽ നിന്നും നേടിയെടുത്ത ആത്മവിശുദ്ധിയോടെ ഇസ്ലാം മതവിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ശവ്വാൽ മാസപ്പിറ കാണുന്നതിനനുസരിച്ച് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആയിരിക്കും ചെറിയ പെരുന്നാൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.